തുടക്കം കുറച്ച് പാടായിരിക്കും, ഒരുപാട് ഡയലോഗ്സ് ഒക്കെ കൊണ്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷെ ആ കടമ്പകളൊക്കെ താണ്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിടിലൻ പടം കിട്ടും. ദ പ്രോസിക്യൂട്ടർ ഹോങ്കോങ്ങിൽ നിന്നുള്ള ഒരു ലീഗൽ ആക്ഷൻ ത്രില്ലറാണിത്. ഡോണിയൻ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നായകനായിട്ട് വന്ന ഈ കാന്റോണീസ് സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഹോങ്കോങ്ങിലെ ഒരു പോലീസ് ഡിറ്റക്റ്റീവായ ഫോക്ക് ചില സംഭവങ്ങൾക്ക് ശേഷം തന്റെ മേഖല മാറി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന ഫസ്റ്റ് കേസും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. നല്ലൊരു ആക്ഷൻ ലീഗൽ ത്രില്ലറാണിത്. അടിക്കടിയുണ്ട്, അതും നല്ല കിടിലൻ ആക്ഷൻ സീക്വൻസുകളുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് ചെറിയ രീതിയിൽ. അതേസമയം ഇതൊരു കോർട്ട് റൂം ഡ്രാമ കൂടിയാണ്. അങ്ങനെ പല ജോണറുകളുടെ മിക്സ് ആണ് ഈ പടം എന്ന് പറയാം. പക്ഷേ നല്ലൊരു പടമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ചില കടമ്പകളൊക്കെ താണ്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ത്രില്ലിംഗുമാണ് പടം. 2024 ഹോങ്കോങ്ങിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിംസിൽ 5ാമത് എത്തിയ പടമാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ ലാസ്റ്റിലാണ് ഈ പടം അവിടെ റിലീസായത്. ഇതിന്റെ ഡയറക്ടറും മെയിൻ ആക്ടറും കോ പ്രൊഡ്യൂസറും എല്ലാം ഡോണിയൻ ആണ്. ഡോണിയനെ എല്ലാവർക്കും അറിയാം. ഞാൻ ആദ്യം പുള്ളിയെ കാണുന്നത് എനിക്ക് തോന്നുന്നു ഷാങ്ഹായ് നൈറ്റ്സിലാണെന്ന് തോന്നുന്നു. പിന്നെ കുറെ പടങ്ങൾ പുള്ളിയുടെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫ്ലാഷ് പോയിന്റ്, അങ്ങനെ കുറെ സിനിമകളുണ്ട്. കിടിലൻ ആക്ഷൻ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്. ഇതിൽ പുള്ളി വളരെ നൈസ് ആയിരുന്നു. നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രമാണ്. ആക്ഷൻ മാത്രമല്ല ഇമോഷണൽ പോർഷൻസിലും ഒക്കെ പുള്ളി നൈസ് ആയിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിലെ വില്ലന്മാരും കട്ട സ്ട്രോങ് ആണ് എന്നുള്ളത് വേറൊരു പോസിറ്റീവ് ആണ്. നമുക്ക് നല്ല വെറുപ്പ് തോന്നിക്കുന്ന, അടിച്ചു കൊല്ലാൻ തോന്നുന്ന ടൈപ്പ് വില്ലന്മാരാണ്. സോ അതും പടത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പടമാണ്. ക്യാമറ, എഡിറ്റിംഗ്, VFX, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നൈസ് ആണ്. ആക്ഷൻ കുറെയാണ് എടുത്തു തന്നെ പറയേണ്ടത്. പ്രത്യേകിച്ച് ട്രെയിനിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് കിടിലമായിരുന്നു. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ തുടക്കം കുറച്ച് പാടാണ് കഥയിലേക്കൊന്ന് ഇന്നാകാൻ വേണ്ടി. ഇപ്പൊ ഒരു കോട്ട് സീൻസ് ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ടും ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ ഈ ഭാഷ കുറച്ച് കോംപ്ലക്സ് ആയതിന്റെ പ്രശ്നം കൊണ്ടും നമുക്ക് ഓരോ ഡയലോഗും പോസ് ചെയ്ത് വായിച്ച് കാണേണ്ട ഒരു അവസ്ഥയുണ്ട്. അവരുടെ ഭാഷയുടെ പ്രത്യേകതയാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇംഗ്ലീഷ് സബ് ടൈറ്റിലാണെങ്കിൽ തന്നെ ശരവേഗത്തിലാണ് പോകുന്നത്. അതായത് ഒരു ചെറിയ വാക്കായിരിക്കും കാന്റോണീസിലുള്ളത്, പക്ഷെ അതിന് ഇംഗ്ലീഷിൽ ഒരു വലിയ സെന്റൻസ് തന്നെ എക്സ്പ്ലനേഷൻ വേണ്ടി വരും. സോ നമ്മൾ കുറെ വായിക്കണം. നമ്മളതിങ്ങനെ പോസ്റ്റ് ചെയ്ത് വായിച്ചു വന്നില്ലെങ്കിൽ ഫുൾ മനസ്സിലാകത്തുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒറിജിനൽ റൺ ടൈമിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ ഈ പടം കാണാൻ വേണ്ടി എടുക്കും. തിയേറ്ററിൽ കാണുകയാണെങ്കിൽ പകുതിയും ഡയലോഗും മിസ്സാകും എന്ന് ചുരുക്കം. സോ പല ആൾക്കാർക്കും ഈ പടത്തിന്റെ തുടക്കത്തിൽ തന്നെയുള്ള ഓവർ ഡയലോഗുകളൊക്കെ കാരണം പടം നിർത്തി വെച്ചിട്ട് അങ്ങനെ പോകാൻ തോന്നാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് കുറച്ചൊരു ടയറിംഗ് പ്രോസസ് തന്നെയാണെന്ന് പറയാം. പിന്നെ ഇതിന്റെ ഫൈറ്റ്, പ്രത്യേകിച്ച് പാർട്ടിയിലെ ഒരു ഫൈറ്റ് ഉണ്ട്. നായകൻ വേഴ്സസ് ഒരു 10-25 പേര്. അതിൽ ഇവർ ഒരുമിച്ച് നായകനെ അറ്റാക്ക് ചെയ്യാതെ ഗുണ്ടകൾ ഇങ്ങനെ ചുമ്മാ ചാടി നിൽക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവന്മാർക്ക് 10-30 പേർക്ക് ഒറ്റയടിക്ക് ഒരാളെ അറ്റാക്ക് ചെയ്താൽ പോരെ എന്നൊരു ലോജിക്കൽ തോട്ട് നമുക്ക് വരും. അതിന് ഇത്തരം ആക്ഷൻ സീനുകൾ എല്ലാ ഭാഷയിലുള്ള സിനിമകളിലും ഇത് പതിവാണല്ലോ. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു നല്ല ലീഗൽ ആക്ഷൻ ത്രില്ലറാണിത്. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എൻജോയ് ചെയ്താണ് ഞാൻ ഈ പടം കണ്ടത്. ഇത് ഇന്ത്യയിലെ തിയേറ്ററിലൊന്നും റിലീസ് ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ OTT-യിലും മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ ഡിജിറ്റലി അവൈലബിൾ ആണ്. VOD-യിലാണ് പടം കാണാൻ പറ്റുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണേണ്ടി വരും. യു നോ വാട്ട് ഐ മീൻ. പിന്നെ ഒരു സീൻ കുറച്ച് ഓവർ വയലൻസ് ഉണ്ട്. സ്റ്റിൽ സാധാരണ ആക്ഷൻ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്രയും വയലൻസ് ഇല്ലാതാനും. 1 മണിക്കൂർ 50 മിനിറ്റാണ് പടത്തിന്റെ റൺ ടൈം. പക്ഷേ അതിൽ കൂടുതൽ ടൈം നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ആക്ഷൻ പ്രേമികൾക്കും അതുപോലെ തന്നെ കോർട്ട് റൂം ത്രില്ലർ ഡ്രാമ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.